നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആശമാറെന്നും തെരുവിലാണ്. കൊമ്പുള്ള എബ്രഹാമിന് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന സർക്കാർ. ആശമാരുമായുള്ള ചർച്ചകളെല്ലാം പരാജയപ്പെടുമ്പോൾ അവർ തെരുവിലാണ്. നക്കാപ്പിച്ച കാശിനു വേണ്ടി അടിമകളായി ജീവിക്കാൻ വിധിച്ചവരായി ഇനിയും എത്ര നാളിങ്ങനെ കഴിയണമെന്നറിയാതെ ഈ നശിച്ച തെരുവിൽ തമ്പ്രാക്കന്മാരുടെ മൂക്കിന് താഴെ അവരുടെ കനിവിനായി മഴയും വെയിലും മഞ്ഞും സഹിച്ച് നാളത്തെ ജീവിതം എന്ത് എന്ന് പോലും അറിയാതെ ഈ സഹന സമരം പുതിയ ജീവിതം നൽകുമെന്ന ഏതോ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പുമായി സർക്കാരിൻ്റെ ഇല്ലപ്പടിക്കൽ കാത്തിരിക്കുന്നവർ. പക്ഷേ അവർക്കറിയില്ലല്ലോ ഈ സർക്കാർ അവരുടെ കണ്ണുനീർ കാണില്ല എന്ന്, അവരുടെ സമരത്തെക്കുറിച്ച് ഓർക്കില്ല എന്ന്. ഈ പാവങ്ങളെ സഹായിച്ചിട്ട് ഈ സർക്കാരിന് എന്ത് കിട്ടാനാണ്? ആശമാരെ കാണാൻ മാത്രം മന്ത്രിമാർക്ക് കണ്ണില്ല. അവനവൻ ആവശ്യമെന്ന് തോന്നുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയും മറ്റുള്ളവരെ വോട്ടു രാഷ്ട്രീയത്തിൽ കെട്ടിയിട്ടുകയുമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് എന്നത് വേദനാജനകമാണ് എന്ന് ആദ്യമേ പറയട്ടെ. കാരണങ്ങളൊന്നല്ല, പലതാണ്. കിഫ്ബിയെ ചൊല്ലിയുള്ള തർക്കം, കടം പറച്ചിലും ഇപ്പോഴും തുടരുന്നതിനിടയിൽ കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ഡോക്ടർ KM എബ്രഹാമിൻ്റെ ശമ്പളം അടക്കം വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുന്ന സർക്കാർ. സ്വാഭാവികമായിട്ടും ധനവകുപ്പിൻ്റെ ഈ തീരുമാനം വരുന്നതോടെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ സർക്കാരിന് പ്രതികൂലമാകും എന്നതിൽ തർക്കമില്ല. അർഹിക്കുന്ന ആൾക്കാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് എങ്കിൽ അതിനെ മലയാളികൾ വിമർശിക്കാറുണ്ടോ? ഒരിക്കലും വിമർശിക്കില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയേറെ മോശമാണ് എന്നും കേന്ദ്രം വായ്പയെടുക്കാൻ അനുമതി നൽകണമെന്നും തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കേസ് നടത്തുകയും ചെയ്യുമ്പോൾ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ശമ്പളം വർദ്ധിപ്പിക്കാനാകുന്നത് എന്നുള്ള ചോദ്യം ശ്രദ്ധേയമല്ലേ? അതും സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷവും കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുന്നത് ആലോചിച്ചു വേണം എന്നതാണ് വിമർശകരടക്കം പറയുന്നത് എന്നുള്ളതാണ്. അത് എബ്രഹാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. കാരണം ഇനിയൊരു സർക്കാർ വരുമ്പോൾ അവരും ഇതേ നിലപാട് തുടർന്നാൽ കേരളം സർക്കാർ സർവീസിൽ നിന്നും പിരിഞ്ഞു പോയവരെ തീറ്റിപ്പോറ്റുന്ന സംസ്ഥാനമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. ഒരു കാര്യം മറന്നു പോകാതിരിക്കാം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്ന്, കേരളത്തിലെ ക്ഷേമ പെൻഷൻകാർക്ക് കുടിശ്ശികയുണ്ടോ എന്ന്, കേരളത്തിലെ ആശാ വർക്കർമാർക്ക് വേതനം ഉയർത്തിയോ എന്ന്, ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഒരു വശത്ത് കിഫ്ബിയെയും കിഫ്ബി CEOയെയും നിലനിർത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനെ പണം കുത്തിയൊഴുക്കുന്നത്. കേരളത്തിൻ്റെ ഭാവി എന്ന് പറയപ്പെടുന്ന കിഫ്ബിയിലും ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിയിലുമാണ് എന്നുള്ള ഇടതുപക്ഷ പാർട്ടി നേതാക്കളുടെ ചിന്ത കേരളത്തിൽ ആകെ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിഫ്ബിയുടെ CEOയ്ക്ക് നിരന്തരം ശമ്പളം വർദ്ധിപ്പിച്ചു നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആശാ വർക്കേഴ്സിൻ്റെ തുച്ഛമായിട്ടുള്ള ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കാത്ത സർക്കാരാണ് കിഫ്ബി CEO ആയിട്ടുള്ള ഡോക്ടർ KM എബ്രഹാമിൻ്റെ ശമ്പളം വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ സാധാരണക്കാരോടുള്ള ഇടത് സർക്കാരിൻ്റെ സമീപനമാണ് മാറിപ്പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 10% ശമ്പള വർധനവാണ് ലഭിക്കുക. നിലവിൽ KM എബ്രഹാമിൻ്റെ ശമ്പളം എന്ന് പറയപ്പെടുന്ന 3,87,750 രൂപയാണ്. ശമ്പളത്തിൽ 19,250 രൂപയുടെ വർധനവാണ് വരുത്തുന്നത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ ശമ്പളം 4,07,000 ആകും. ചീഫ് സെക്രട്ടറിയായിട്ട് വിരമിച്ച KM എബ്രഹാം 2018 കിഫ്ബിയുടെ CEO ആകുന്നത്. 2,70,75,000 ആയിരുന്നു തുടക്കത്തിലെ ശമ്പളം. പിന്നീട് 2019 ജനുവരിയിൽ 27,500 രൂപ കൂടി വർദ്ധിപ്പിച്ചു. 2020 വീണ്ടും 27,500 രൂപ വർദ്ധിപ്പിച്ചു. 2022 19,250 രൂപ വർദ്ധിപ്പിച്ചു. 2023 19,250 രൂപ വീണ്ടും വർദ്ധിപ്പിച്ചു. 24 ഏപ്രിൽ മാസത്തിൽ 19,250 രൂപ കൂടി എബ്രഹാമിൻ്റെ ശമ്പളത്തിൽ വർധനമായി വന്നു. 2024 ഒക്ടോബർ 8 KN ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിട്ട് എബ്രഹാമിന് നൽകിയത് എത്രയാണെന്നറിയാമോ? 2,73,23,704 രൂപയാണ്. ശമ്പള ഇനത്തിൽ 2,66,19,704 രൂപയും, ലീവ് സറണ്ടറായിട്ട് 6,84,750 രൂപ, ഉത്സവ ബദ്ധയായിട്ട് 19,250 രൂപയും എബ്രഹാം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നിയമസഭയിൽ. കരാറിനത്തിലാണ് ഈ എബ്രഹാം ശമ്പളം കൈപ്പറ്റുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറയപ്പെടുന്നത് എന്താണ്? പെൻഷൻ കൂടി അദ്ദേഹത്തിന് കൈപ്പറ്റാം എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി പെൻഷനും എബ്രഹാമിന് ശമ്പളത്തോടൊപ്പം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത്, കോൺട്രാക്ട് ബേസ്. ഇങ്ങനെ മാസം 6 ലക്ഷത്തിന് മുകളിൽ കയ്യിൽ വാങ്ങുന്ന കിഫ്ബി CEOയ്ക്ക് കൊമ്പുണ്ടോ എന്ന് ജനം ചോദിച്ചാൽ തെറ്റു പറയാൻ ഒക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
CEO ഭരിക്കുന്ന കിഫ്ബിക്കുമുണ്ട് അത്തരത്തിൽ ചില കൊമ്പും കുഴലുമൊക്കെ. അതേസമയം ഇവിടെ സർക്കാർ ജീവനക്കാരോടുള്ള സമീപനമോ നേരെ വിപരീതമാണ്. ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാതിരിക്കുവാനുള്ള ഒരു നീക്കം അതാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമ ആശ്വാസ കുടിശ്ശികയും നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ധനവകുപ്പ് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രത്തോളം ഗതികേട് വന്നിരിക്കുന്നു. കെ.എൻ. ബാലഗോപാൽ ധനകാര്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച ക്ഷാമബത്ത ക്ഷാമ ആശ്വാസത്തിനും കുടിശ്ശിക ഇതുവരെയും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ജീവനക്കാരും പെൻഷൻകാരും നിരന്തരം സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടും തുടർന്ന് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയ്ക്ക് കുടിശ്ശിക അനുവദിക്കാത്ത നയമാണ് ഈ ബാലഗോപാൽ എന്ന് പറയപ്പെടുന്ന മന്ത്രി ഇതാ ഇന്നും പിന്തുടരുന്നതെന്നാണ്. അതേസമയം എന്താ സംഭവിക്കുന്ന IAS IPS ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് അവർക്ക് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയോടൊപ്പം കുടിശ്ശികയും അനുവദിച്ചു നൽകുന്നു എന്നുള്ള ഇരട്ടത്താപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. കുടിശ്ശിക പണമായി ഇവർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 2022 ജനുവരിയിലെ 3% ക്ഷാമബത്ത അത് മെയ് മാസത്തിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് ബാലഗോപാല മിനിസ്റ്റർ പ്രഖ്യാപനം നടത്തി. എന്നാൽ ഇതിൻ്റെ ഒരു 39 മാസത്തെ കുടിശ്ശികയാണ് അനുവദിച്ചിട്ടില്ല. ബാലഗോപാൽ പ്രഖ്യാപിച്ച 3 ഗഡു ക്ഷാമബത്ത ആ ബത്തയ്ക്കും കുടിശ്ശിക എന്ന് പറയപ്പെടുന്നത് ഇതുവരെ അനുവദിച്ചിരുന്നില്ല. 117 മാസത്തെ കുടിശ്ശികയാണ് ഇതുമൂലം ജീവനക്കാർക്കും പെൻഷൻകാർക്കും നഷ്ടപ്പെട്ടത് എന്ന് മറന്നു പോകരുത് ബാലഗോപാലൻ മിനിസ്റ്റർ. ധനകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഏറ്റവും ഒടുവിൽ 2020 ജൂലൈയിൽ പ്രഖ്യാപിച്ച 4% ക്ഷാമബത്തയ്ക്ക് മാത്രമാണ് കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയപ്പെടുന്നത് PF ലയിപ്പിച്ചിരുന്നു. 2024 സെപ്റ്റംബറിൽ ഇത് PF നിന്ന് പിൻവലിക്കാമെന്നായിരുന്നു അന്ന് നമ്മളൊരു ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നുകൂടി ഈ മന്ത്രി പുങ്കവൻ ആലോചിച്ചാൽ നന്ന്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 2020 ജനുവരിയിലെയും 2020 ജൂലൈയിലെയും PF ലയിപ്പിച്ച ക്ഷാമബത്ത കുടിശ്ശിക അതിപ്പോഴും ലോക്ക് ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഈ മന്ത്രി മറന്നു പോകരുത്. ഈ സാമ്പത്തിക വർഷം അത് ലഭിക്കുന്ന യാതൊരു ലക്ഷണവുമില്ല എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ആ ഇനത്തിൽ തന്നെ 8% ക്ഷാമബത്ത കുടിശ്ശിക ജീവനക്കാർക്ക് ഇന്നും ലഭിക്കാനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 18% ക്ഷാമബത്തയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭരണം തീരാൻ ഇനി ആകെ 1 വർഷം മാത്രമുള്ളപ്പോൾ ഇതിൽ എത്ര ഗഡുക്കൾ കിട്ടുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പും ധനവകുപ്പിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല, മന്ത്രി പറഞ്ഞിട്ടുമില്ല. അതേസമയം കേന്ദ്രത്തിൽ 2% ക്ഷാമബത്ത ഉയർത്തിയതോടെ സംസ്ഥാനത്തെ IAS IPS IFS ഇനി അതുമല്ല ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവരുടെയൊക്കെ ക്ഷാമബത്ത ഈ മാസം കെ.എൻ. ബാലഗോപാൽ വർദ്ധിപ്പിക്കുകയാണ്. അതിനൊരു തടസ്സം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഈ മാസം പുറത്തിറങ്ങുകയും ചെയ്യും. കുടിശ്ശിക പണമായിട്ട് തന്നെ ഇവർക്ക് നൽകുകയും ചെയ്യും. അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്തയ്ക്ക് അവരുടെ ആ കുടിശ്ശികയ്ക്ക് ബാലഗോപാൽ ഒരു അനുപാതവും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അവനവന് ആവശ്യമെന്ന് തോന്നുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയും മറ്റുള്ളവരെ വോട്ട് രാഷ്ട്രീയത്തിൽ കെട്ടിയിട്ട് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു തന്ത്രവുമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ലജ്ജാകരമാണ്. ആശമാരുമായുള്ള ചർച്ചകളെല്ലാം പരാജയപ്പെടുമ്പോൾ അവർ തെരുവിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പുതിയ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വരെ ആശമാർ കത്തെഴുതി. എന്നിട്ട് എന്താ നേട്ടം, എന്താ ലാഭം? സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അത് തീർക്കാനോ ശ്രമിക്കാതെ കിഫ്ബി സിഇഒയുടെ ശമ്പള വർധനവിനെ കുറിച്ചുള്ള ചർച്ചകൾ, ആലോചനകൾ ഇപ്പോഴും നടത്തുന്ന ഈ ഭരണകൂടത്തിനെ എന്ത് വിളിക്കണമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഈ ആശമാരുമായുള്ള ചർച്ചകളെല്ലാം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. വെറും നക്കാപ്പിച്ച കാശിന് വേണ്ടി ഈ ആശാവർക്കർമാർ ഇന്നും തെരുവിലാണ് എന്ന് മറന്നു പോകരുത്. ലക്ഷങ്ങൾ സമ്പാദിക്കാനല്ല ഈ സമരം, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള പട്ടിണി സമരമാണ്. ഈ സർക്കാർ ഇപ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും അത്തരത്തിലുള്ള സഹന സമരത്തെയാണ്. എന്നാൽ സർക്കാർ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന ഉന്നതരായവർ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. കിരീടവും ചെങ്കോലുമൊക്കെയുള്ള എബ്രഹാമിനെ പോലുള്ളവർക്ക് ശമ്പള വർധനവുണ്ട്. അവർക്ക് ലക്ഷങ്ങൾ വെറുതെ കൊടുക്കുമ്പോൾ 1000 രൂപ ഈ ആശമാർക്ക് കൂട്ടിക്കൊടുക്കുവാൻ, ഓണറേറിയം നൽകുവാൻ സർക്കാരിൻ്റെ ഖജനാവിലില്ല എന്നുള്ളതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടിമകളായി ജീവിക്കാൻ വിധിച്ചവരായി ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയണമെന്നറിയാതെ ഈ നശിച്ച തെരുവിൽ ഇവർ സമരം ചെയ്യും. തമ്പ്രാന്മാരുടെ മൂക്കിന് താഴെ അവരുടെ കനിവിനായി മഴയും വെയിലും മഞ്ഞും സഹിച്ച് നാളത്തെ ജീവിതം എന്ത് എന്ന് പോലും അറിയാതെ ഈ സഹന സമരം തുടർന്നുകൊണ്ടേയിരിക്കും. സമരം ഒത്തുതീർപ്പിലാക്കി
ശമ്പള വർധന അല്ലെങ്കിൽ ഓണറേറിയം വർധന നൽകി ഒരു പുതിയ ജീവിതം നൽകുമെന്ന ഏതോ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പുമായിട്ട് സർക്കാരിൻ്റെ ഇല്ലപ്പടിക്കൽ കാത്തിരിക്കുന്നവർ പാവങ്ങൾ, ആശമാർ. പക്ഷെ അവർക്കറിയില്ലല്ലോ ഈ സർക്കാർ അവരുടെ കണ്ണുനീർ കാണില്ല എന്ന്, അവരുടെ സമരത്തെക്കുറിച്ച് ഓർക്കില്ല എന്ന്. ഈ പാവങ്ങളെ സഹായിച്ചിട്ട് ഈ സർക്കാരിന് എന്ത് കിട്ടാനാണ് എന്ന് ചിലപ്പോൾ മന്ത്രിമാർ ആലോചിക്കും. ആശമാരെ കാണാൻ മാത്രം മന്ത്രിമാർക്ക് കണ്ണില്ല, മുഖ്യമന്ത്രിക്ക് കണ്ണില്ല. അവനവന് ആവശ്യമെന്ന് തോന്നുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയും മറ്റുള്ളവരെ വോട്ട് രാഷ്ട്രീയത്തിൽ കെട്ടിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അധംപതിച്ചു. അതാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ വേദനയുണ്ട്. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ എന്തിന്? ഈ ചോദ്യം ജനം ചോദിച്ചു തുടങ്ങുമ്പോൾ ഈ സർക്കാരിൻ്റെ വിധിയെഴുത്ത് ഉടനുണ്ടാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.